ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാറുണ്ട്. കാരണം ഏതൊക്കെ മേഖലകളിലൂടെയാണോ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്, ആ മേഖലകളിലൊക്കെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു അനുഭവം കൂടെ ഞാൻ ഓർക്കുക. ഒരു തവണ സിസേറിയൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് പുറത്ത് വന്നു. അതിനുശേഷം പെട്ടെന്ന് ആ സ്ത്രീയുടെ BP പൾസൊക്കെ കുറഞ്ഞു പോയി. രാവിലെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും അതുപോലെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് രോഗികൾ കാല് കുത്തുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കണം. 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഒന്നുമല്ല, ഈശോ തന്നെ തിരഞ്ഞെടുത്ത് അവിടുന്ന് വിശുദ്ധീകരിച്ചു. അപ്പം നമ്മുടെ ഒരു യോഗ്യതയൊന്നുമല്ല, പക്ഷേ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഉപകരണം മാത്രം. അപ്പം ഈശോയുടെ ആ സ്നേഹം, അതായത് നിറഞ്ഞാൽ മാത്രമേ അത് തുളുമ്പുള്ളൂ. ഒരാളുടെ മുൻപിൽ നിന്ന് ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന ഞങ്ങളെ കർത്താവ് വിളിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ ആവോളം നിറച്ചു. ഇന്ന് ദാമ്പത്യ സ്നേഹത്തിലും ഞങ്ങളെ നിറച്ചു. അപ്പോൾ ഇന്ന് അനേകരുടെ മുൻപിൽ സാക്ഷ്യമായി നിൽക്കുവാനായിട്ട് ഞങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ രജു വർഗീസ് കല്ലേലി. ഞാൻ പോട്ടധന്യ മിഷൻ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ചാലക്കുടിക്കടുത്ത് എലിനിപ്ര സെൻറ്റ് ഫ്രാൻസിസി അസീസി ഇടവക്കാരാണ്. എൻ്റെ ഫാദർ വർഗീസ്, അദ്ദേഹം കാത്തലിസം ബാങ്കിൽ നിന്ന് ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. മമ്മി മേഴ്സി, ഹോം മേക്കറാണ്. എൻ്റെ വൈഫ് ഡോക്ടർ സോണിയ, തൃശ്ശൂർ പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്. മൂത്തവൾ മരിയ അൽഫോൺസ, ഇപ്പോൾ 12th കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ ജോൺ വിയാനി, ഇപ്പോൾ 10th കഴിഞ്ഞ് 11th. മൂന്നാമത്തെ ആൾ ജോസഫ് ജോർജ്, ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് പാസ്സായി. നാലാമത്തെ ആൾ ഫ്രാൻസിസ് ആൻ്റണി, അവനിപ്പം 6ാം ക്ലാസ്സിലേക്കാണ്. 5ാമത്തെ ആൾ തെരേസ മരിയ, അവളിപ്പം 4ാം ക്ലാസ്സിലേക്കാണ്. ഇളയ ആൾ കാതറിൻ മരിയ, ഇപ്പോൾ 2ാം ക്ലാസ്സിലേക്കാണ്. ഞങ്ങളുടെ രൂപതയിൽ കാത്തലിക് കപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ടീം മെമ്പേഴ്സാണ്. ഞങ്ങൾ ഭാഗമായിരിക്കുന്ന കാത്തലിക് കപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ബാഡ്ജാണ് ഞങ്ങൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. ഈ യുവദമ്പതിമാർക്ക് വേണ്ടിയുള്ള ഒരു ആത്മീയ സൗഹൃദ കൂട്ടായ്മയാണ് CCM അഥവാ കാത്തലിക് കപ്പിൾസ് മൂവ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ജീസസ് യൂത്തിൻ്റെ പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഡോക്ടേഴ്സ് ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ വർഷവും ഡോക്ടേഴ്സിന് വേണ്ടി ധ്യാനങ്ങളും അതുപോലെയുള്ള മറ്റ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് ഡോക്ടേഴ്സിനെ കൂടുതൽ വിശദീകരിക്കാനും ശക്തീകരിക്കാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 1995 വരെ ഒരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളാണ്. 95-ലാണ് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഒരു നവീകരണ ധ്യാനം, കരിസ്മാറ്റിക് ധ്യാനം കൂടുന്നത്. ആ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നതായിട്ട് ഞാൻ അറിഞ്ഞത്. അന്ന് എനിക്ക് ഡോക്ടറാവണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ MBBSന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഒരു വർഷം ആ ഒരു MBBS എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു പിന്നത്തെ. ഞാൻ 1996-ലാണ് ഞാൻ കേരള എൻട്രൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായിട്ട് കടന്നു ചെല്ലുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മെഡിക്കൽ കോളേജിലെ ജീസസ് യൂത്തിൻ്റെ പ്രയർ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനായിട്ട് കർത്താവ് എനിക്ക് അവസരം നൽകി. 1997 പ്രൊഫഷണൽസിന് വേണ്ടി നടത്തിയ ഒരു ധ്യാനത്തിൽ വെച്ചാണ് എനിക്ക് വലിയ ആഴത്തിലുള്ള ഈശോ അനുഭവം ഉണ്ടായത്. ഈശോ എന്നെ തൊടുന്ന അനുഭവം ഉണ്ടായി. ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റുകയും അതുപോലെ എൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയും അങ്ങനെ വലിയൊരു ആഴത്തിലുള്ള ഒരു ദൈവാനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു. ആ ധ്യാനത്തിൽ വെച്ച് തന്നെയാണ് സിസ്റ്റർ ഡാഫ്നിയിലൂടെ സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള ഒരു കൃപ ആ ഒരു സമയത്ത് എനിക്ക് ലഭിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുവാനായിട്ടുള്ള വലിയൊരു തീക്ഷ്ണതയും വലിയൊരു ധൈര്യവും കർത്താവ് എനിക്ക് നൽകി. പ്രോലൈഫിൻ്റെ പുതിയൊരു മിനിസ്ട്രി ആരംഭിക്കാനായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകാനായിട്ടൊക്കെ കർത്താവ് എന്നെ ഉപയോഗിച്ചു.
അതുപോലെ പ്രീകാന കോൺഫറൻസിന് ക്ലാസ് എടുക്കുവാനായിട്ട്, വിവാഹത്തിന് ഒരുങ്ങുന്ന ദമ്പതിമാർക്ക്, യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് കർത്താവ് ആ കാലഘട്ടത്തിൽ എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു. ഒരു 2004 വരെ ഈ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി അവരെ ആനിമേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ പ്രയർ ഗ്രൂപ്പുകൾ പല കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും, പ്രോ ലൈഫിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാനായിട്ടൊക്കെ കർത്താവ് എന്നെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈശോയെ തൊട്ടറിഞ്ഞ അനുഭവത്തെക്കുറിച്ചാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തെ ഞാനൊരു 15 വയസ്സിന് മുൻപും അതിന് ശേഷവുമായിട്ട് രണ്ടായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഈശോയുടെ കൂടെയും ഈശോ അനുഭവിക്കാൻ കഴിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന തൊട്ടനുഭവം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണെന്ന് എനിക്ക് അനുഭവം ആവുന്നത് എൻ്റെ SSLC പരീക്ഷയിൽ വെച്ചിട്ടാണ്. അപ്പം അതുവരെ ഞാൻ പഠന മേഖലയിലും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനും ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കും എന്നെ മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു മകളായിരുന്നു ഞാൻ. പക്ഷെ ഈശോ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വലിയൊരു സ്നേഹം എനിക്ക് ആദ്യം അത് മുഴുവൻ മനസ്സിലായില്ല. ആ ഒരു ശക്തമായിട്ട് ആ ഹാളിൽ വന്ന് എല്ലാ ആൻസേഴ്സും ഞാൻ നന്നായി എഴുതുന്നു, നന്നായി എഴുതി തീർന്ന ഒരു പരീക്ഷ. അങ്ങനെ എനിക്ക് മുൻപ് ഒരു അനുഭവം ഇല്ല. റിസൾട്ട് വന്നു, 95% മാർക്കോടുകൂടി ഞാൻ SSLC പാസ് ഔട്ടായി. എൻ്റെ മാതാപിതാക്കൾ വരെ ശരിക്കും അവർ ഭയങ്കര സർപ്രൈസ്ഡായി. കാരണം അങ്ങനെ അവർ കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അതോടുകൂടി പള്ളിയിലിരിക്കുമ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഈശോയെ നീ എവിടെയാ? നീ എൻ്റെ ജീവിതത്തിൽ ഇത്ര നാൾ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആദ്യമായിട്ട്. അതുവരെ ഞാൻ കാറ്റഗറിസത്തിൽ എല്ലാ വർഷവും ഞാൻ ഫസ്റ്റായിരുന്നു. പക്ഷേ അവൻ ജീവനുള്ള സാന്നിധ്യമാണ്, എൻ്റെ കൂടെ വസിക്കുന്ന ഈ ദൈവമാണെന്നുള്ളത് എനിക്ക് അന്നാ ബോധ്യമായത്. കാരണം അതുവരെയുള്ള അനുഭവം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈശോ എൻ്റെ കൂടെ വന്നു, അവൻ എൻ്റെ കൂടെയുണ്ട്, മോളെ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് ശരിക്കും പറയുന്ന ഒരു അനുഭവം അന്ന് മുതൽ ഞാൻ അനുഭവിച്ചു തുടങ്ങി. അതിനുശേഷം ഞാൻ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് പിന്നെ അറിയപ്പെട്ടിരുന്നത്. എൻട്രൻസൊക്കെ വന്നു. എൻട്രൻസിലൊക്കെ പരിശുദ്ധാത്മാവും ഞാനും കൂടെ പരീക്ഷ എഴുതിയത്. കാരണം എൻ്റെ സഹോദരൻ പറയുമായിരുന്നു, ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര പ്രകാശമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ വന്ന ഒരു അനുഭവം. എനിക്കൊരു കുരിശ് രൂപം ഉണ്ടായിരുന്നു. ആ കുരിശ് രൂപത്തിൻ്റെ അടുത്തിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം ഈശോയെ തൊട്ടറിഞ്ഞ് കർത്താവിൻ്റെ മടിയിൽ വന്നിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ നാളുകളിൽ കിട്ടിയിരുന്നത്. അത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നതാണെന്ന് ഞാൻ കരുതുക. കാരണം ഞാൻ ഒരിക്കലും ഒരു ധ്യാനം കൂടിയിട്ടില്ല. അന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തരാനോ അങ്ങനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഗലാത്യ 1:15 പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് നിന്നെ വിളിച്ചു. അപ്പം ഇന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ആ വചനം മുഴുവനായിട്ടും അത് യാഥാർത്ഥ്യമായി എന്ന് കരുതുക. കാരണം 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഒന്നുമല്ല, ഈശോ തന്നെ തിരഞ്ഞെടുത്ത് അവിടുന്ന് വിശുദ്ധീകരിച്ചു. അപ്പം നമ്മുടെ ഒരു യോഗ്യതയൊന്നുമല്ല, പക്ഷേ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഉപകരണം മാത്രം. അപ്പം ഈശോയുടെ ആ സ്നേഹം, അതായത് നിറഞ്ഞാൽ മാത്രമേ അത് തുളുമ്പുള്ളൂ. തുളുമ്പിക്കഴിയുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് വരാനായിട്ടുള്ള ഒരു അനുഭവം ആണ് ഈശോ ആദ്യ നാളുകൾ മുതൽ തന്നതെന്ന് മനസ്സിലാക്കുകയാണ്. രണ്ടായിരത്തി 2004 കർത്താവ് മുമ്പ് തന്ന ഒരു പ്രവചനം അനുസരിച്ച് എനിക്ക് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സിന് അഡ്മിഷൻ കിട്ടുകയാണ്.
അപ്പം ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം എനിക്ക് മറ്റൊരു ഭാഷയുള്ള ഒരു സ്ഥലത്ത് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോകാനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ പ്രത്യേകമായിട്ട് അവിടേക്ക് വിളിക്കുകയായിരുന്നു. ആ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന 2 വർഷം അവിടുത്തെ പ്രോ ലൈഫ് ടീമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങളുടെ ഒരു വിവാഹം നടക്കുന്നത്. 2006 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രോ ലൈഫിന് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാനൊക്കെ പോയിരുന്നെങ്കിലും പ്രീ കാനിക്കൊക്കെ ക്ലാസ്സുകൾ എടുത്തിരുന്നെങ്കിലും പിന്നീട് കുടുംബം അല്ലെങ്കിൽ ദമ്പതിമാർ ഞങ്ങളുടെ ഒരു വിഷയമായിട്ട് വരികയും ആ ഒരു ഏരിയയിൽ നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കാനായിട്ടുള്ള ഒരു മിഷനിലേക്ക്, ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് ഞങ്ങളെ പതുക്കെ പതുക്കെ അടുപ്പിക്കുകയും ചെയ്തു. ഈശോയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് നടന്നിരുന്ന, അതായത് MBBS കാലഘട്ടങ്ങളിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആഴമായ ഒരു ബോധ്യം വന്നു. അതായത് മാതാപിതാക്കളുടെ ഇഷ്ടത്തോടുകൂടി മാത്രം, അത് മാത്രമല്ല എൻ്റെ വിശ്വാസം, എനിക്ക് കർത്താവേ നീ തന്ന ഈ സമ്മാനം, അതായത് ഈ വിശ്വാസത്തെ കത്തിക്കുന്ന ഒരാൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഈശോയുടെ കുരിശിൽ കെട്ടിപ്പിടിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ വചനങ്ങൾ പിന്നെ നമ്മൾ പഠിച്ചു വന്ന് മനസ്സിലാക്കുക. പ്രഭാഷകൻ 26:3 പറയുന്നത്, ദൈവഭക്തനായ ഒരുവന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ സമ്മാനങ്ങളിൽ ഒന്നാണ് ഉത്തമയായ ഭാര്യ. നേരെ മറിച്ചു, അതായത് കർത്താവിനെ മുറുകെ പിടിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പൂവ് ചോദിച്ചാൽ അവനൊരു പൂന്തോട്ടം തരിക. കാരണം അങ്ങനെ വിശ്വാസത്തെ കത്തിക്കുന്ന ഒരാളിനെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ എനിക്ക് എൻ്റെ വിശ്വാസത്തെ കത്തിക്കുന്ന റിജുവിനെയാണ് ഈശോ തന്നത്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ അത് രൂപപ്പെടുന്നു. ആ ഹൃദയത്തിൽ അത് വളർന്ന് അതൊരു വൻ മരമായി ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞാനിങ്ങനെ ചിന്തിക്കുക. 2 ദിവസം കഴിഞ്ഞ് ഞാൻ റെജുവിനോട് ചോദിച്ചു, റെജു ഒരു ഭാര്യ എന്ന നിലയിൽ റെജു എന്താ ആഗ്രഹിക്കുന്നത്? അപ്പോൾ റെജു എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യം ഒന്നും ഞെട്ടി. പക്ഷേ റെജു പിന്നാലെ എന്നോട് പറഞ്ഞു, പൊന്നുപോലെ സ്നേഹിക്കാനാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒരു ഭാര്യ വേറെ എന്താ ആഗ്രഹിക്കുന്നത്? ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അല്ലേ? അന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ അതിരറ്റ്, അതായത് വചനം എങ്ങനെയാണോ പറയുന്നത് അത്രയും ആ ഒരു ആഴത്തിൽ ബഹുമാനിക്കാനും തുടങ്ങി. അപ്പം പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവുമാണ് ഞാനിങ്ങനെ കാണുക ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് സ്നേഹത്തിൽ ക്ഷമയുണ്ടല്ലേ? അപ്പോൾ ഞാനായിരുന്നു എല്ലാ വഴക്കുകളൊക്കെ തുടങ്ങിയിരുന്നത്. പക്ഷേ റെജി പെട്ടെന്ന് സോറി പറയുമായിരുന്നു. പതുക്കെ പതുക്കെ ഞാനും അത് പഠിച്ചു കേട്ടോ. കാരണം ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിയെ നിർബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈശോയുടെ ഒരു വലിയ സ്നേഹം, എൻ്റെ ജീവിത പങ്കാളിയിലൂടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ പരസ്പരം ക്ഷമ ചോദിക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ, സോണി അങ്ങനെ ചെയ്ത, അങ്ങനെ സംസാരിച്ച പേഷ്യൻസിന് അത് ഹീലിംഗ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാനത് നല്ലതല്ല എന്ന് കരുതിയിരുന്ന ഇത്രയധികം ഗുണങ്ങൾ എനിക്കുണ്ടെന്നുള്ളത് വിവാഹത്തിന് ശേഷം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞങ്ങളൊരു ധ്യാനത്തിന് പോയപ്പം പരസ്പരം പോസിറ്റീവ്സ് എഴുതാൻ പറഞ്ഞ് ആ ധ്യാനത്തിൽ വെച്ച് ഞങ്ങൾക്കൊരു സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് വായിച്ച് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതൊരു നല്ല കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്പരം പറയുക. അപ്പോൾ ഒരുമിച്ച് വളരാൻ, കുറവുകളില്ലാത്ത ആരുമില്ല, ഒരാൾ പോലുമില്ല. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു ജീവിത പങ്കാളിയെ ദൈവം തരുന്നത്. അതിന് കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഒരുമിച്ച് വളരാനായിട്ടുള്ള ഒരു വിളി ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോ തൊട്ടതിൻ്റെ ഈ 30-ാമത്തെ വർഷത്തിൽ, ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഈ 20-ാമത്തെ വർഷത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും, കർത്താവ് എല്ലാ മേഖലയും, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, പ്രൊഫഷണൽ ലൈഫായിക്കൊള്ളട്ടെ, കർത്താവ്
വളരെ ശക്തമായിട്ട് എല്ലാ വിധത്തിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു രാവിലെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും അതുപോലെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് രോഗികൾ കാല് കുത്തുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കണമെന്ന്. പലപ്പോഴും പേഷ്യൻസ് അമ്മമാർ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി അസുഖം മാറും. ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് അത് അവരെന്നെ ഒന്ന് പൊക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആളുകൾ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്, അതുപോലെ ഒ പിയുടെ മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ, അകത്ത് വന്ന് നമ്മളവരെ പരിശോധിക്കുമ്പോൾ, അവരെ സ്പർശിക്കുമ്പോൾ, അവർ മരുന്ന് കഴിക്കുമ്പോൾ, അങ്ങനെ പല സ്റ്റെപ്പിലും കർത്താവ് അവർക്ക് സൗഖ്യം തരുന്നുണ്ട്. പുറപ്പാട് 15:26 പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാലും അത് തുന്നിക്കെട്ടി വെച്ചാലും ആ മുറിവ് ഉണക്കുന്നത് കർത്താവാണ്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോഴും സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രഭാഷകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നു, വൈദ്യൻ്റെ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്ന കർത്താവാണെന്നുള്ള വലിയൊരു ബോധ്യം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരു പേഷ്യനെ ഞാൻ കാണുമ്പോൾ ഒരിക്കലും ഒരു രോഗിയായിട്ടോ ഒരു ക്ലയൻ്റായിട്ടോ അല്ല കാണുന്നത്, ഒരു കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പേഷ്യൻറ്റിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കർത്താവ് എനിക്ക് വലിയൊരു ഓപ്പണിംഗ് തരുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കും, ഡോക്ടറെ എൻ്റെ മോൻ്റെ പനി മാറാത്ത. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കും. പലപ്പോഴും അവർ കുമ്പസാരിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഓപ്പണിംഗ് പരിശുദ്ധാത്മാവ് തരികയാണ്. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും അവർ വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ പല ദിവസങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നമ്മൾ വായിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ചെയ്യും. മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഇപ്പോൾ കർത്താവ് നമ്മൾ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും നമ്മൾ എവിടെ പോയാലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരുമിച്ച് രാവിലെ ഒരുമിച്ച് എണീറ്റ് ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയോട് കൂടിയാണ്. ദമ്പതികളുടെ ഒരു പ്രാർത്ഥനയും കുറച്ച് വചനങ്ങളൊക്കെ ചൊല്ലി ഒരുമിച്ച് പരസ്പരം ബ്ലസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനുശേഷം മക്കളെയൊക്കെ വിളിച്ചുണർത്തി എല്ലാവരും കൂടെ, ഞങ്ങളുടെ വീട്ടിലുള്ള 6 മക്കളും ഞങ്ങളും മമ്മിയും ഡാഡിയും കൂടെ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ എന്നും വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് പോകും. കർത്താവിനെ കൊണ്ടാണ് പോകേണ്ടതെന്നുള്ള ശക്തമായ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ഈശോയുടെ ഒരു ഉപകരണമാണ് ഞാൻ. ഈശോയുടെ സ്നേഹം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന കർത്താവിൻ്റെ സ്നേഹം, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ ഈശോ എത്ര മനോഹരമായിട്ട് ഇടപെട്ടത്. അപ്പം ഞാനൊന്ന് തൊട്ടാൽ, ഞാനൊന്ന് നോക്കിയാൽ അവർക്ക് ഈശോയെ കിട്ടും എന്നുള്ള ശക്തമായ ബോധ്യം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ വെച്ച് ഒരിക്കൽ പോലും വിശുദ്ധ ബലി മുടങ്ങിയിട്ടില്ല. അപ്പോൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഒ പി സ്റ്റാർട്ട് ചെയ്യും. പലപ്പോഴും പല രീതിയിലുള്ള പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില ദിവസം ഒ പി കഴിഞ്ഞ് ഇറങ്ങുമ്പം ഞാൻ ഒരു ധ്യാനം കൂടി ഇറങ്ങിയ അനുഭവം. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ അനുഭവം പല ദിവസങ്ങളിലും മിക്കവാറും ഒ പിയിലുണ്ടാവുന്നുണ്ട്. 1-2 അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കും പഠനത്തിൽ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അമ്മ വന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ എൻ്റെ ഹൃദയത്തിലൊരു വേദന വരും. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഞാൻ ഉടനെ വാതിലടയ്ക്കാൻ പറയും. വാതിലടച്ചിട്ട് പിന്നെയുള്ള 10 മിനിറ്റ് അല്ലെങ്കിൽ ഇനിയുള്ള സമയം ആ കുഞ്ഞിന് വേണ്ടിയുള്ളതാണ്. അമ്മയോട് സംസാരിക്കും. പിന്നെ ഞാനല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്, കാരണം എനിക്ക് ശക്തമായ ബോധ്യമുണ്ട് പരിശുദ്ധാത്മാവാണ്. കാരണം എൻ്റെ വാക്കുകൾക്ക് ഒരു ഹൃദയത്തെ ചലിപ്പിക്കാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ അവർ വന്ന് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാറുണ്ട്. കാരണം ഏതൊക്കെ മേഖലകളിലൂടെയാണോ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്, ആ മേഖലകളിലൊക്കെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു അനുഭവം കൂടെ ഞാൻ ഓർക്കുക. ഒരു തവണ സിസേറിയൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് പുറത്ത് വന്നു. അതിനുശേഷം പെട്ടെന്ന് സ്ത്രീയുടെ BP പൾസൊക്കെ കുറഞ്ഞു പോയി. കുട്ടികളുടെ ഡോക്ടറായിട്ടും എന്നെ പെട്ടെന്ന് തിയേറ്ററിലേക്ക് വിളിച്ചു.
ഞാൻ ആദ്യമായിട്ട് എത്ര ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പല വിഭാഗത്തിലുള്ളവരൊക്കെ ഉണ്ട്. അതൊന്നും ആ സമയം ഞാൻ ഒന്നും ഓർത്തിട്ടില്ല. ഈ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് മാത്രം, അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം ശക്തമായിട്ട് സ്തുതിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. വലിയൊരു അത്ഭുതമാണ് പിന്നെ നടന്നു. വിശുദ്ധ യോഹന്നാൻ 14:12 എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതുകൊണ്ട് അതിനേക്കാൾ വലിയവയും അവർ ചെയ്യും. കാരണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ശക്തമായ ശുശ്രൂഷിക്കുക. അവൻ്റെ സ്നേഹമാണ്. നമ്മുടെ കഴിവിലൊന്നും ചിലപ്പോൾ ഞാൻ ദൈവമേ ഈശോ എനിക്ക് പറ്റുമോ, ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ. പക്ഷെ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവൻ നടത്തിയ വഴികൾ വലിയ അത്ഭുതം. ഇപ്പോഴും ആ പേരൻസ് അവൻ്റെ ഓരോ ബർത്ത്ഡേക്കും എന്നെ വിളിക്കും. ഞാനിങ്ങനെ ആ അനുഭവങ്ങളൊക്കെ കടന്നു പോകും. ഒരു പക്ഷേ ഞാൻ ബോധ്യത്തോടുകൂടെ പോയിരുന്നെങ്കിൽ ഇത്ര ശക്തമായി സ്തുതിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഒന്നും എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, മാഡം അന്ന് ഈശോ ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം ആ ഡോക്ടർ ഡിസംബർ 25 ജനിച്ചതാണ്. പലപ്പോഴും ശക്തമായ ബോധ്യങ്ങൾ ആൾ പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞു അന്ന് ഈശോ ഇറങ്ങി വന്നു എന്നുള്ളൊരു ബോധ്യം ആൾക്ക് കിട്ടി എന്നോട് പറയുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ കർത്താവിന് എന്താ ഇഷ്ടം, ഈശോയ്ക്ക് എന്താ ഇഷ്ടം, ഈശോയുടെ കൂടെ സഞ്ചരിക്കാൻ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരെയും വിളി വ്യത്യസ്തമായിരിക്കാം. ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ കൃത്യമായ 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞു തരിക. അപ്പം തിരിച്ചു വരുമ്പോൾ ഞാൻ എനിക്ക് ഈശോ ഇതൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു ഫുൾ ക്ലാസ് കർത്താവ് പറഞ്ഞു തരും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളും അല്ലത്. പക്ഷേ കർത്താവിന് ആവശ്യമുണ്ട്. ഈശോയ്ക്കറിയാം. നമ്മുടെ അറിവോ ബോധ്യമൊന്നും അല്ല ഇതിൻ്റെ അകത്ത്. അതായത് പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലെ ഒരു ഉപകരണമാവാനായിട്ട്, അതായത് എങ്ങനെയാണോ കർത്താവ് എൻ്റെ അടുത്ത് ഇത്രയും കരുണ കാണിച്ചത്, ആ കരുണ തന്നെ പകർന്നു കൊടുക്കാൻ, ഈ ജനലും വാതിലും തുറന്നിട്ട് ഈ കരുണ അങ്ങ് ഒഴുക്കാൻ ഈശോ, ഞാൻ ചിലപ്പോൾ പറയും കർത്താവ് എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഈശോ പറഞ്ഞു നീ ഇത് തുറന്നിട്ടാൽ മതി, ഞാനാ ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെ അത് കാണുന്നതും അനുഭവിക്കുന്നതും ഒരാനന്ദമാണ്. കാരണം ഈശോയുടെ കൂടെ പോകുന്ന ഒരാനന്ദം എനിക്ക് തോന്നുന്നു ഓരോ ക്രിസ്ത്യാനിയും എല്ലാ വ്യക്തിയും, ഡോക്ടറെ മാത്രമല്ല, എല്ലാവരെയും വിളിച്ചിരിക്കുന്ന ഈ ആനന്ദത്തിൽ ജീവിക്കാൻ, ഈ ആനന്ദം പകർന്നു കൊടുക്കാനാണെന്ന് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന 2 പ്രധാനപ്പെട്ട മേഖലകളാണ്. ഒന്ന് കുടുംബങ്ങളുടെ വിശുദ്ധീകരണം, പ്രത്യേകിച്ച് ദമ്പതിമാരുടെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ വിശുദ്ധീകരണം. കാരണം ദമ്പതിമാർ ഉണരുമ്പോൾ കുടുംബങ്ങൾ ഉണരും, കുടുംബം ഉണരുമ്പോൾ സഭ ഉണരും. അതുപോലെ ഒരു ഡോക്ടറിന് ഒരു കുടുംബത്തിലേക്ക് ആ പേഷ്യൻറ്റിലൂടെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഇത്, ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിച്ചൊരുങ്ങി ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. ഒരാളുടെ മുൻപിൽ നിന്ന് ധൈര്യത്തോടുകൂടി സംസാരിക്കാൻ കഴിവില്ലാതിരുന്ന ഞങ്ങളെ കർത്താവ് വിളിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ ആവോളം നിറച്ചു. ഇന്ന് ദാമ്പത്യ സ്നേഹത്തിലും ഞങ്ങളെ നിറച്ചു. അപ്പോൾ ഇന്ന് അനേകരുടെ മുൻപിൽ സാക്ഷ്യമായി നിൽക്കുവാനായിട്ട് ഞങ്ങളെ ബ്ലെസ് ചെയ്തിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയൊരു കാരുണ്യമാണ്. അപ്പോൾ അവിടുത്തെ ഹിതം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടത്തേക്കൊരു പദ്ധതിയുണ്ട്. ജെറമ്യ 29:11 പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അവിടുത്തെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. കാരണം ഈശോ വിളിച്ചതാ, ഈശോയ്ക്ക് അറിയാം കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പോൾ കർത്താവിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് കൊടുക്കുമ്പോൾ കുരിശിൽ അവിടെ നിന്ന് പറഞ്ഞതുപോലെ സങ്കീർത്തനം 31:5 അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുക. കർത്താവെ അവിടത്തേക്ക് പൂർണ്ണമായിട്ടും എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കഴിവുകളെയും പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്.